നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയാണ് ആകെപ്പാട് ടെൻഷൻ അടിച്ച് അനുശ്രീയോട് പറഞ്ഞു, അനുശ്രീ അതെ മോളുടെ കൂടെ നമ്മ കിടക്കണേ, നമുക്കൊന്ന് ഒരുമിച്ച് കിടക്കാന്നൊക്കെ പറയണ. പക്ഷേങ്കിൽ അനുശ്രീക്ക് അതിന് സമ്മതമല്ലായിരുന്നു. അനുശ്രീ പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നും ഇല്ലമ്മേന്ന് പറയണ. അതെന്താ, ഞാൻ തനിച്ച് കിടന്നോളാന്ന് പറയണ. അത് ശരിയാകത്തില്ല, എനിക്ക് മോളോടൊപ്പം കിടക്കാൻ കൊതിയായിട്ടാ, നമുക്ക് ഒരുമിച്ച് കിടക്കാന്നൊക്കെ പറയണ. അങ്ങനെ അവര് പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മീനാക്ഷി വരുന്നേ. മീനാക്ഷി വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ അമ്മയും മോളും കൂടി ഒരു ഭയങ്കര തർക്കമാണല്ലോ എന്ന് പറയണം. അത് പിന്നെ വേറൊന്നും അല്ല എന്റെ മീനാക്ഷി, ഞാൻ പറഞ്ഞ ഇവളോടൊപ്പം കിടക്കാന്ന്. അപ്പൊ ഇവളോടൊപ്പം കിടക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഇവള് പറഞ്ഞു അത് വേണ്ടാന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീദേവി വന്നു. ശ്രീദേവി പറഞ്ഞു, അത് നല്ല കാര്യമല്ലേ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, ദേ അമ്മയ്ക്ക് കിടക്കാനൊരു മുറിയുണ്ട്, ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മുറി, ആ കാണുന്ന മുറി, അവിടെ കിടന്നാ മതി അമ്മയെന്ന് പറയണ. ഗോമതി പറഞ്ഞു, പോ പിന്നെ അങ്ങനെ അവിടെ കിടക്കണമെന്നൊന്നും ഇല്ലാന്ന് പറയണ. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അതെ അമ്മ ഇന്ന് അവിടെ കിടന്നാ മതി, അനുശ്രീ ഞങ്ങളോടൊപ്പം കിടക്കണേന്ന് പറയണ. ഞങ്ങളോടൊപ്പം എന്ന് അനുശ്രീ ചോദിക്കണം. അതെ എന്റെ മുറിയിൽ അനുശ്രീ കിടന്നാ മതി, നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കാന്നേ എന്ന് പറയണം. അത് കേട്ടപ്പോ അനുശ്രീ ചോദിച്ചു, അപ്പൊ ആനന്ദേണ്ണോ? ആനന്ദേണ്ണ 2-3 ദിവസമായി പറയണേ ടെറസിൽ പോയി കിടക്കണോന്ന്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇന്ന് കിടന്നോളാൻ പറഞ്ഞു. പിന്നെന്താ കുഴപ്പമിരിക്കുന്നേ, ആനന്ദേണ്ണേ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് ടെറസിൽ പോയി കിടക്കാനായിട്ട്. ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാന്ന് കരുതിയിട്ടായിരിക്കും പറഞ്ഞേ. പിന്നെ നമ്മള് അതിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ? പോയി കിടക്കട്ടെ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാനും വരാന്ന് പറയണം. അവൻ മിത്രയും കൂടെ വരട്ടെ, നമുക്ക് ഒരുമിച്ച് കിടക്കാന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, മിത്രയ്ക്ക് ആരിന്റെ കാര്യം നോക്കാനുണ്ടല്ലോ. ഓ ശരിയാ, എന്നാ പിന്നെ മിത്ര വേണ്ട, ഞാൻ വരാം, നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കഥകളൊക്കെ പറഞ്ഞ് കിടക്കാന്ന് പറയണം. അനുശ്രീ ചോദിച്ചു, അത് വേണോ, അതിന്റെ ആവശ്യം ഉണ്ടോന്ന് ചോദിക്കുക. പിന്നല്ലാതെ അതിന്റെ ആവശ്യമൊക്കെ ഉണ്ട്, അതേ പറ്റുവോളെന്നൊക്കെ പറയണം. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് പോവാണ്. ഗോമതി പോയി കഴിയുമ്പത്തേനും ആകെപ്പാട് ടെൻഷനായി പോയി അനുശ്രീക്ക്. ആ സമയം ഗോമതി പോയ ഇവിടെ നോക്കിയിട്ട് മീനാക്ഷി പറഞ്ഞു, ദേ അമ്മ അടുക്കളയിലേക്കാ പോയെന്ന് തോന്നേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് മീനാക്ഷി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രീ പറഞ്ഞു, അതെ ശ്രീദേവി എടുത്തി ഞാൻ തന്നെ കിടന്നോളാന്ന് പറയണം. തനിച്ച് കിടക്കാനായിട്ട്? അതേന്നേ, ഞാൻ തനിച്ച് കിടന്നോളാം, ഞാൻ വലിയ കുട്ടിയൊക്കെ കുഞ്ഞു കൊച്ചൊന്നും അല്ലെന്ന് പറയണം. അതെ നീ വലിയ കുട്ടിയാന്ന് മനസ്സിലായി, പക്ഷേ തനിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനുണ്ടല്ലോ, മീനാക്ഷി ഉണ്ടല്ലോ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടെ കെട്ടിപ്പിടിച്ചൊരു കഥകളൊക്കെ പറഞ്ഞു കിടക്കാന്ന് പറയണം. നിനക്കെന്താ തനിച്ച് കിടക്കണം ഇത്ര മോഹം? അല്ല അതൊന്നുമില്ല, പിന്നെന്താ കുഴപ്പമിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അനുശ്രീ ഒന്ന് അനുനയിപ്പിച്ചെടുക്കുവാണ്. അനുശ്രീക്കാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇവര് പിടിച്ചാ പിടിച്ചോടം കൊണ്ടോ പോകണം തോന്നേ, താൻ പെട്ടുപോയോ എന്നൊരു ചിന്ത അനുശ്രീയുടെ മനസ്സിലുണ്ട്. കാരണം ഒരുമിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ അലോകനെ വിളിക്കാൻ പറ്റില്ല, അലോകമായിട്ട് ചാറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ഈ പറയുന്ന ശ്രീദേവിക്കും മീനാക്ഷിക്കും ഒന്നും ഇതിനെക്കുറിച്ച് അറിയത്തുണ്ടായിരുന്നില്ലല്ലോ. പിന്നീട് ഗോമതി എന്ത് ചെയ്യുക, അടുക്കളയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോഴേക്കും മീനാക്ഷി ആ പുറകെ അങ്ങോട്ട് ചെന്നു. ആ സമയത്ത് മിത്രയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. മീനാക്ഷിയും മിത്രയും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി ഇങ്ങനെ അവരും നോക്കി. പെട്ടെന്ന് മിത്ര ചോദിച്ചു, എന്താ അപ്പച്ചി, അപ്പച്ചി എന്താ ഇങ്ങനെ നോക്കണെന്ന് ചോദിക്കണം. ആ സമയത്ത് ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ്. ആ സമയം ഗോമതി എന്ത് ചെയ്യാണ്, മിത്രയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നീട് എല്ലാ മക്കളെയും കെട്ടിപ്പിടിച്ച പെൺമക്കളെ ഉമ്മ വെക്കുവാണ്. ഈ സമയം മിത്ര എന്ത് പറയാനാ, അപ്പച്ചേക്ക് കാണുമ്പോഴുള്ള സ്നേഹമൊക്കെ ഉള്ളൂ, അല്ലാതെ ഒരു സ്നേഹവും ഇല്ലെന്ന് പറയണം. ഗോമതി അങ്ങനെ പറയരുത്, എനിക്ക് നിങ്ങളോട് അത്രയ്ക്ക് ഇഷ്ടമാന്ന് പറയണം. എന്നാര് പറഞ്ഞു? ഇവിടുന്ന് പോയിട്ട് കൃഷ്ണമംഗലത്തേക്ക് പോയിട്ട് ഞങ്ങളൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല, എന്നിട്ടാ വലിയ സ്നേഹപ്രകടനത്തിന്റെ കാര്യമൊക്കെ പറയണേ. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, നിങ്ങൾക്കും എന്നെ ഇഷ്ടമില്ലായിരുന്നല്ലോ, ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലോ നിങ്ങള് എന്നെ ഒന്ന് വിളിക്കുമെങ്കിലും ചെയ്യായിരുന്നു, നിങ്ങൾ എന്നെ വിളിച്ചോന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, ഓ അമ്മ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിവിടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഒരു ദിവസം 2 കൂട്ടം പായസമൊക്കെ ഉണ്ടാക്കി, അരിപ്പായസം പരിപ്പ് പായസം ഒക്കെ ഉണ്ടാക്കി ഞങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കുമായിരുന്നു, ചിക്കനും മട്ടനൊക്കെ മേടിച്ച്. എന്ത് രസമായിരുന്നല്ലേ മിത്ര ആ ദിവസങ്ങളെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗോമതിയുടെ മുഖം അങ്ങോട്ട് മാറി. ഗോമതി അങ്ങോട്ട് മാറി ഇന്ന് കരയുവാണ്. പെട്ടെന്ന് അയ്യോ അമ്മ കരയുവാണല്ലോന്ന് ഓർത്തെ ശ്രീദേവി എന്നിട്ട് പറഞ്ഞു, എന്റെ അമ്മേ വെറുതെ പറഞ്ഞല്ലേ ഞങ്ങള്, അമ്മയില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ സന്തോഷമുണ്ടോ? മീനാക്ഷി പറഞ്ഞു, അമ്മ ഈ വീട് മുഴുവൻ നിറഞ്ഞു നിൽക്കുമല്ലായിരുന്നു ഇത്രയും കാലം, പെട്ടെന്ന് അമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഒരു ശൂന്യതയായിരുന്നു. മിത്രോണം ശരിയാ, ഇവിടെ ആരും ശരിക്കും ആഹാരം കഴിക്കുന്നില്ല, വെക്കുന്നില്ല, കുടിക്കുന്നില്ല അവസ്ഥയിലായിരുന്നു കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പച്ചി ഇല്ലാത്തതിന്റെ വിഷമം ഞങ്ങൾക്കും അറിയത്തുണ്ടായിരുന്നുള്ളെന്ന് പറയണം. കോമതി പറഞ്ഞു, വെറുതെ പറയണ്ട, വെറുതെ പറഞ്ഞല്ല, സത്യമായിട്ടുള്ള കാര്യമാന്ന് പറയാം. അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്ക്, അച്ഛൻ ഈ പുറമെ ഇങ്ങനെയൊക്കെ കാണിച്ചാലും അച്ഛന്റെ ഉള്ളും കിടന്ന് പെടയുമായിരുന്നു മീനാക്ഷി പറയാണ്. ശ്രീദേവി പറഞ്ഞു, അമ്മയല്ലേ ഈ കുടുംബത്തിന്റെ നെടുന്തൂണ്,
അപ്പൊ അമ്മയില്ല ഞങ്ങൾക്ക് സന്തോഷമാകുമോ? ഈ സമയത്ത് ഗോമതി പറഞ്ഞു, എന്നാലും ഇല്ലെന്ന് പറയാണ്. മീനാക്ഷി പറഞ്ഞു, എന്നാലും അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ല. ഞങ്ങൾ ഒരു തവണ ഒന്ന് വിളിക്കോ ഒന്ന് കാണാൻ ശ്രമിക്കുകയോ ചെയ്തില്ലോ. ഗോമതി പറഞ്ഞു, എന്റെ മക്കളെ, അതെ നിങ്ങളായിരുന്നു എന്റെ മനസ്സറിയാം. എന്റെ ആൺമക്കളെക്കാളും കൂടുതൽ ഞാൻ ഓർത്ത നിങ്ങളെക്കുറിച്ചാ. നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും? ആഹാരം ഉണ്ടാക്കിയോ വെച്ചോ കഴിച്ചോ എന്നൊക്കെ. മിത്ര പറഞ്ഞു, അത് വെറുതെ പുളു അടിക്കുന്നാന്ന് പറയണം. ശ്രീദേവി പറഞ്ഞു, അത് ശരിയാ, അതൊരു വലിയ ഒന്നാം തന്നെ ഒരു നുണ തന്നെ ഇപ്പൊ പറഞ്ഞേ. ഞങ്ങളിത് വിശ്വസിക്കണോ അല്ലേന്ന് ചോദിക്കും. ഗോമതി പറഞ്ഞു, സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞേ, എനിക്കിത് എങ്ങനെ നിങ്ങളെ വിശ്വസിപ്പിക്കണമെന്ന് അറിയില്ല എന്ന് പറയണം. മീനാക്ഷി പറഞ്ഞു, പിന്നെ കൃഷ്ണമംഗലത്തുള്ളവരുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളെയൊക്കെ ഇങ്ങോട്ട് മറന്നുപോയ മട്ടിലല്ലായിരുന്നോ അപ്പച്ചിയുടെ പെരുമാറ്റം എന്ന് പറയണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരുന്നില്ല. എനിക്ക് അവർ നല്ല സ്നേഹമൊക്കെ തന്നു. പക്ഷെ എന്നാലും എനിക്കെന്തോ, പക്ഷെ പുറത്തിറങ്ങി വന്ന് നിങ്ങളോട് സംസാരിക്കാനോ അതിനൊന്നും അവര് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ഇറങ്ങി വരാതിരുന്നേന്നൊക്കെ പറയണം. ഈ സമയത്ത് മിത്ര പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചെന്ന് പറയണം. പിന്നീട് ഗോമതി പറഞ്ഞു, അമ്മ പോയി കിടന്നോളാൻ പറയണം. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, ഞാൻ അനുസരിയോടൊപ്പം. വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം. പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോയാലോ? നിക്ക്, ഞാൻ ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വരാന്ന് പറയണം. പാലാ? എനിക്ക് പാലൊന്നും വേണ്ട, ഞാൻ പാലൊന്നും കുടിക്കില്ല എന്ന് പറയണം രാത്രിയില്. പിന്നെ കുടിക്കില്ല പോലും. അമ്മയ്ക്ക് മാത്രമല്ല അച്ഛനും കൂടെ. അമ്മ പകുതി കുടിച്ചിട്ട് അച്ഛന് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അച്ഛൻ പകുതി കുടിച്ചിട്ട് അമ്മയ്ക്ക് തരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോ ഗോമതി, നിങ്ങൾ ഇത് എന്താ പറയണെന്ന് ചോദിക്കണം. കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയണം. ശ്രീദേവി പറഞ്ഞ, എന്താ കുഴപ്പമിരിക്കണേ? ഞങ്ങളുടെ അമ്മായിമ്മയ്ക്ക് ഈ പ്രായത്തിൽ കിട്ടിയൊരു ഭാഗ്യല്ലേ ഇതുപോലെ 3 മരുമക്കളെ. ഒന്ന് ഓർത്തു നോക്കിയേ. അല്ലെങ്കിൽ ഏതേലും മരുമക്കൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരുമോ? ഇത്ര നല്ല സൗഭാഗ്യങ്ങളൊക്കെ ചെയ്തു തരുമോ എന്ന് ചോദിക്കാം. മീനാക്ഷി പറഞ്ഞു, അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഓടി ചെന്നിട്ട് ഒരു ഗ്ലാസ് പാലൊക്കെ എടുത്തിടുന്നു. ഇതങ്ങോട്ട് പിടിക്കാൻ പറയണം. വേണ്ട എനിക്കിത് വേണ്ടെന്ന് പറയണം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് അല്ല, മര്യാദയ്ക്ക് ഇഴി പിടിക്കാൻ പറയണം. അങ്ങനെ ഗോമതിയുടെ കയ്യിൽ നിർബന്ധിച്ച് അങ്ങോട്ട് കൊടുത്തു. ഇനി ഇതുമായിട്ട് പതുക്കെ അങ്ങോട്ട് നാണം കൂടി അങ്ങോട്ട് ചെല്ലാൻ പറയണം. ഈ പിള്ളേർ ഇത് എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ശ്രീദേവി മീനാക്ഷിയും ഇത്രയും കൂടെ ചിരിക്കുകയാണ്. ഞങ്ങളെപ്പോലുള്ള മരുമക്കളെയൊക്കെ കിട്ടാനായിട്ട് അമ്മ പുണ്യം ചെയ്യണമെന്ന് മീനാക്ഷി പറയണം. ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും ഗോമതിക്ക് ആ പഴം നാണമൊക്കെ. പിന്നീട് ഗോമതി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ബാലൻ മുറിയിലിരുന്ന് ആലോചിക്കുക. ശരിക്കും പറഞ്ഞാൽ താൻ ഇത്രയും കാലം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. എല്ലാവരും ദേഷ്യപ്പെട്ട സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇനി അതിനൊക്കെ ഒരു അറുതി വരുത്തണം, ഒരു കുറവ് വരുത്തണം. അങ്ങനെയൊന്നും പാടില്ല. എല്ലാവരുടെ സ്നേഹത്തോടും സന്തോഷത്തോടും വീണ്ടും വേണം പെരുമാറാനായിട്ട്. തന്റെ ഭാഗത്ത് കുറെ തെറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കതക് തുറക്കുന്ന ശബ്ദം കേട്ടു. ബാലൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് പാലൊക്കെ ആയിട്ട്. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലൻ പതുക്കെ ഗോമതിയുടെ അടുത്തേക്ക് എല്ലുവാണ്. ഗോമതി നാണത്തോടുകൂടി ആ ഗ്ലാസ് അങ്ങോട്ട് നീട്ടി. ബാലൻ പതുക്കെ അത് മേടിച്ച് കുടിക്കുവാണ്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, ഗോമതി ക്ഷമിക്കണം കേട്ടോ, ഒരു വട്ടം കൂടെ നിന്നോട് ക്ഷമ ചോദിക്കുക എന്ന് പറയാണ്. ഗോമതിയോട്, എന്തിനാ ബാലേട്ടൻ എന്നോട് ക്ഷമ ചോദിക്കുന്നേ? ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് മാത്രം ഇപ്പൊ എന്താ? ഞാനല്ല തെറ്റ് ചെയ്തേന്ന് ചോദിക്കാം. ഞാനിവിടുന്ന് പോകാൻ പാടില്ലായിരുന്നു. ബാലൻ പറഞ്ഞു, ഞാൻ നിന്നോട് വളരെ ക്രൂരമായിട്ടാ പെരുമാറിയത്. അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നി എന്റെ ഭാഗത്താ ശരിയെന്ന്. എന്റെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഒരിക്കൽ കൂടി ക്ഷമാപണം നടത്തുവാണ്. ഗോമതി പറഞ്ഞു, ബാലേട്ടാ അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണം. പിന്നീട് ബാലൻ ചോദിച്ചു, അല്ല ഗോമതി, നിനക്ക് അവിടെ സുഖമായിരുന്നു എന്ന് ചോദിക്കുകയാണ് കൃഷ്ണമംഗലത്ത്. അതെന്താ ബാലേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല, ഞാൻ ചോദിച്ചാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി പറഞ്ഞു, അവർക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്നെ ആരതിയൊക്കെ എടുത്ത് സ്വീകരിച്ച അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പിന്നെ എല്ലാവരും തന്നെ നല്ല സ്നേഹത്തിൽ എന്നോട് പെരുമാറുകയൊക്കെ ചെയ്തേ. പിന്നെ എനിക്ക് പുറത്തേക്ക് വരാനോ നിങ്ങളെ കണ്ട് സംസാരിക്കാനോ പറ്റില്ലായിരുന്നു. കാരണം അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. നിന്നെ അവർ ഇത്ര കണ്ട് സ്നേഹിക്കണമെങ്കിൽ, ഒരു ദിവസം കൊണ്ട് അവർക്ക് ഇത്ര സ്നേഹം പൊട്ടിമുളിക്കണമെങ്കിൽ അവര് എന്തോ കാര്യമായിട്ട് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ ഒരു ഉദ്ദേശലക്ഷ്യമുണ്ട് അവർക്ക് നിന്നെ കൊണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെയൊക്കെ പെരുമാറിയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിയുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരുവാണ്. ഗോമതി ഇങ്ങനെ ആലോചിച്ചു, തനിക്ക് ഭയങ്കര സ്നേഹത്തോടു കൂടി രാജശ്രീ ചോറ് കൊണ്ടുതരുന്നേ. പക്ഷെ ആ ചോറിനകത്ത് എന്തെങ്കിലും കലക്കിയിട്ടുണ്ടോ എന്ന് സംശയത്തിൽ താൻ കഴിച്ചിട്ടില്ല. അത് വേസ്റ്റ് കൊട്ടെ കൊണ്ട കളയുന്നേ. എന്താ ഗോമതി ആലോചിക്കണമെന്ന് ചോദിക്കാണ് ബാലൻ. ഒന്നുമില്ല ബാലേട്ടാന്ന് ഗോമതി പറയാണ്. പിന്നീട് ബാലൻ പറഞ്ഞു, പോട്ടെ, ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും വരത്തിട്ട് കാര്യമില്ല എന്ന് പറയാണ്. ഗോമതി പറഞ്ഞു, അതെ ബാലേട്ടാ, ഞാനാ തെറ്റ് ചെയ്തേ. പക്ഷേങ്കില് എന്താ ഗോമതി? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഗോമതി നിർത്തുവാണ്. ഗോമതിക്ക് നല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗോമതി പറഞ്ഞു, ബാലേട്ടൻ അങ്ങനെ പറഞ്ഞാൽ പോലും ഞാൻ
അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലായിരുന്നു. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി നമ്മൾ രണ്ടുപേരും പിരിയില്ല എന്ന് പറയണം. ഇനി പിരിയണമെങ്കിൽ നമ്മൾ രണ്ടുപേരും വേറെ പിരിയണം. ആരോ ഒരിക്കലും തിരിച്ചു വരാത്ത പോലെയുള്ളൊരു പിരിയല്, അങ്ങനെയായിരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പിരിയത്തുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് ഞാൻ ബാലിന് ഭയങ്കര വിഷമം. ബാലൻ ഗോമതിയെ കെട്ടിപ്പിടിച്ചു, ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനൊന്നും പറയരുത് ഗോമതി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഗോമതി പറഞ്ഞു, ബാലേട്ടൻ്റെ ഒരു വിളിക്കായിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു. ബാലേട്ടൻ ഒന്ന് വന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ആ സെക്കൻഡ് ബാലേട്ടനോടൊപ്പം പോരുമായിരുന്നു. എൻ്റെ മനസ്സ് നിറയും ബാലേട്ടനായിരുന്നു. ബാലേട്ടനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ആയിരുന്നു എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു, ശരിയാ, എൻ്റെ മനസ്സിൽ നീ തന്നെയായിരുന്നു. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടോ ഗോമതി? അത്ര കണ്ട് ഇനി ഞാൻ സ്നേഹിച്ചു, പക്ഷെ ആ സമയത്ത് എൻ്റെ ഈഗോ കാരണം ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പരസ്പരം അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവാണ്. ആ സമയത്ത് അനുസരിക്കാണെങ്കിൽ ആ പട വിഷമം. അനുസരി വിഷമിച്ചിരിക്കുന്ന കണ്ടപ്പത്തേനും ശ്രീദേവി എന്താന്ന് ചോദിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ഈ മുറി കിടക്കണോ? ഞാനിപ്പോ വലിയ പെങ്കൊച്ചല്ലേന്ന് ചോദിക്കും. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ. അതെ, ആനന്ദേണ്ണനെ വിളിച്ചു കിടത്ത്, ആനന്ദേണ്ണൻ എന്ത് വിചാരിക്കും എന്നൊക്കെ അനുസരി പറയാണ്. ആനന്ദേണ്ണ ഒരു കുഴപ്പമില്ല, ആനന്ദേണ്ണ അവിടെ ടെറസിന് മുകളിൽ കിടന്നോളും. അല്ല, നിനക്ക് എന്താ അനുസരി ഞങ്ങളോടൊപ്പം കിടക്കാൻ താല്പര്യം ഇല്ലേന്ന് ചോദിക്കാം. അത് പിന്നെ അല്ല, നേരത്തേക്ക് ആണെങ്കിൽ സാധാരണഗതിയിൽ ഈ അനുജത്തിക്കൊക്കെ ആണെങ്കിലും ചേച്ചിമാരെ കെട്ടിപ്പിടിച്ച് കിടക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നതൊക്കെ ശ്രീദേവി പറയാണ്. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് അനുസരി പറഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല, വെറുതെ നിങ്ങളെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാന്ന് പറയണം. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, അതൊന്നും അല്ല മീനാക്ഷി, ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് തോന്നിയെന്ന് പറയണം. എന്താ? അമ്മ ഇപ്പൊ എപ്പോഴും അനുസരിയെ വാച്ച് ചെയ്യുന്നുണ്ട്, ഫുൾ വാച്ചിങ് ആണ് അമ്മയുടെ. അത് മാത്രമല്ല, അനുസരി നമ്മളിന്ന് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനുസരിക്ക് ഒറ്റയ്ക്ക് കിടക്കണം എന്നൊക്കെ പറയുന്നു. ഇതിനകത്ത് എന്തോ ഒരു മണം അടിക്കുന്നില്ലേന്ന് ചോദിക്കണം. അത് കേട്ടിഞ്ഞ് മീനാക്ഷി ചോദിച്ചു, എന്താ ശ്രീദേവിയടുത്ത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാം. അനുസരി പറഞ്ഞു, ശ്രീദേവിയടുത്ത് എന്താ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും. ഒറ്റയ്ക്ക് കിടക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് ഓരോ അർത്ഥമുള്ളൂ. എവിടെയോ ഒരു ലൈൻ വലിച്ചിട്ടുണ്ട്, ഒരു ലൈൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടല്ലേന്ന് ചോദിക്കണം. ഒരു നിമിഷം അനുസരി ഞെട്ടിപ്പോയി. അനുസരി പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്കൊരു കാര്യം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണുന്നത്. ഇനിയിപ്പൊ എന്താണെങ്കിലും ശ്രീദേവി മീനാക്ഷിയോ കണ്ടുപിടിക്കുമെന്ന് അറിയത്തില്ല അനുസരിയുടെ കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ, അലോകുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടോടെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.